ഇതിനകത്ത് പറയുന്ന 2 കാര്യങ്ങളുണ്ടല്ലോ. ബ്ലഡ് ഓവർ സൗണ്ട്. അത് വന്നാലാണ് അവിടെ പ്രശ്നം കലുഷിത. ഒരു സെക്കൻഡ്, നീ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ റെഡ് റെയിൻ പറഞ്ഞില്ലേ, രാഹുൽ ആക്ച്വലി അന്ന് ആ സിനിമയുടെ ഐഡിയയുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കത് ഈ പറയുന്ന ഏലിയൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ മലയാള സിനിമയിൽ അത് എത്രമാത്രം കൺവിൻസിങ് ആവും, അല്ലെങ്കിൽ അത്തരം ഐഡിയകൾ എങ്ങനെ, പുതിയ ഇൻഫർമേഷൻ ആണ്. അല്ല എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയില്ലായിരുന്നു രാഹുൽ അന്ന് എൻ്റെ അടുത്ത് വന്ന കാര്യം. ഞാൻ ഈ ബ്രഹ്മയുഗം കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് രാഹുലിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുമ്പോഴാണ് രാഹുലിന്റെ പേര് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ആ സിനിമയും ആ ഐഡിയ ആയിട്ട്. റെഡ് റെയിൻ രാഹുൽ അല്ല, റെഡ് റെയിൻ എന്നല്ല, അന്ന് UK എന്നാണ് രാഹുൽ വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഞാനത് ചെയ്തു വെച്ചത്. പിന്നെ രാഹുലിനെ കാണുമ്പോൾ ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ആലോചിക്കുന്ന അദ്ദേഹം അത് ചേസ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കി. അങ്ങനെയുണ്ട് ചില മേക്കേഴ്സ്, ചില ആക്ടേഴ്സിനൊക്കെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അവര് ഒരേ പാറ്റേൺ ഓഫ് ഐഡിയ തന്നെയായിരിക്കും അവർ ഹിറ്റ് ചെയ്യുക, പക്ഷെ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു മൊമെന്റ് വരും, അവിടെ അവർ പിടിക്കും.